ഉറക്കത്തിലായിരുന്ന ഗുരു ഒരു സ്വപ്നം കണ്ടു. താനൊരു ചിത്രശലഭമായി പറന്നു നടക്കുന്നു. മനുഷ്യനാണെന്ന തോന്നലേയില്ല. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും അദ്ദേഹം ഞെട്ടിയുണർന്നു. താൻ കണ്ടത് വെറും സ്വപ്നമാണെന്നും താൻ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടക്കുകയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം ചിന്തിച്ചു, കുറച്ചു മുമ്പ് ശലഭമാണെന്ന് സ്വപ്നം കണ്ട മനുഷ്യനാണോ താൻ? അതോ ഇത്രയും കാലം മനുഷ്യനാണെന്ന് സ്വപ്നം കണ്ട ഒരു ചിത്രശലഭമോ? ഒരളവിൽ മനുഷ്യനൊരു അനന്ത സാധ്യതയാണ്. എന്നാൽ കുറവുകളുടെ ഭാണ്ഡവും പേറിക്കൊണ്ടാണ് അവൻ നടക്കുന്നത്. നമ്മിൽ പലരുടെയും ജീവിതത്തിലും ചുറ്റുപാടുകളിലും മുഴുവൻ പരിമിതികൾ കണ്ടെത്താനാണ് നാം ശ്രമിക്കുന്നത്. പെണ്ണായി പോയതിൻ്റെ, കുട്ടിയായതിൻ്റെ, സാമ്പത്തിക പരാധീനതകളുടെ, വാർദ്ധക്യത്തിലായതിൻ്റെ പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ നമ്മുടെ ശേഷി വർദ്ധിപ്പിക്കുകയില്ല, കുറയ്ക്കുകയേ ഉള്ളൂ. പരാധീനതകളുടെ മൊത്തവിതരണക്കാരെയല്ലേ ലോകത്തിനാവശ്യം? പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറം മുന്നേറാൻ തയ്യാറാകുന്നവരെയാണ്. ഒരു ഗ്രാമത്തിൽ ആഴമുള്ള ഒരു കിണറുണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് മുതൽ ആ ഗ്രാമത്തിലെ എല്ലാവരും കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്നത് ആ കിണറിനെയായിരുന്നു. ഒരിക്കൽ ആ കിണറ്റിൽ ഒരു നായ വീണു ചത്തു. അങ്ങനെ വെള്ളം ചീത്തയായി. എന്തു ചെയ്യണമെന്നറിയാതെ ഗ്രാമവാസികൾ വിഷമിച്ചു. അവർ ജ്ഞാനിയായ ഒരു മനുഷ്യൻ്റെ അരികിലെത്തി. കിണറ്റിലെ വെള്ളം ചീത്തയായി എന്നും എന്തു ചെയ്യണമെന്നറിയില്ല എന്നും പറഞ്ഞു. വെള്ളമെല്ലാം കോരിക്കളയുവാൻ അദ്ദേഹം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. പക്ഷേ വെള്ളം പിന്നെയും ചീത്തയായിരുന്നു. വീണ്ടും ആ ജ്ഞാനി പറഞ്ഞു, 1-2 പ്രാവശ്യം കൂടെ വെള്ളം കോരി കളയൂ. അവർ അങ്ങനെ ചെയ്തു. പക്ഷേ വെള്ളം ശരിയായില്ല. അപ്പോൾ ആ ജ്ഞാനി ചോദിച്ചു, ആ ചത്ത നായയുടെ ശരീരം എവിടെ? ആരോ പറഞ്ഞു അത് ഇപ്പോഴും കിണറ്റിൽ തന്നെ കിടപ്പുണ്ട്. ആ ജ്ഞാനി ചോദിച്ചു, നിങ്ങൾ 2-3 പ്രാവശ്യം വെള്ളം കോരി കളഞ്ഞിട്ടും ആ നായയെ എടുത്ത് കളഞ്ഞില്ലേ? അവർ പറഞ്ഞു, വെള്ളം കോരി കളയുവാൻ മാത്രമേ അങ്ങ് പറഞ്ഞുള്ളൂവല്ലോ എന്ന്. പലപ്പോഴും മിക്കവാറും പ്രശ്നപരിഹാരത്തിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഇങ്ങനെയാണ്. പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം പരിഹരിക്കാതെ യാതൊരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. ഇരുമ്പുലക്ക വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ മതിയോ എന്ന ചോദ്യം നമുക്ക് പരിചിതമാണല്ലോ. ഹൃദയത്തിൽ വെറുപ്പും ഇരിക്കവേ സ്നേഹിക്കുന്നു എന്ന് ഭാവിക്കുന്നവരുടെ, അങ്ങനെ ചെയ്യുന്നവരുടെ വെറുപ്പ് തക്ക സമയം വരുമ്പോൾ പുറത്തു വരും. മിക്ക കുടുംബ കലഹങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാകാതെയാണ് അത് പരിഹരിക്കുവാൻ ശ്രമിക്കാറുള്ളത്. സ്നേഹമില്ലായ്മയാണ് യഥാർത്ഥ കാരണം. കിടപ്പുമുറിയിലുണ്ടായ പൊത്തിൽ മൂർഖനെ കണ്ടാൽ അതിനെ വീട്ടിൽ നിന്നും പുറത്താക്കാതെ ആർക്കെങ്കിലും സ്വസ്ഥത ഉണ്ടാവുമോ? അതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം പരമായ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. അതാണ് പരിഹരിക്കേണ്ടത്. ദരിദ്രരായ പലരുടെയും യഥാർത്ഥ പ്രശ്നം അവരുടെ അലസതയാണ്. അത് പരിഹരിക്കാതെ മറ്റുള്ളവർ എത്ര സഹായിച്ചാലും പരിഹാരമാവില്ല. എന്നാൽ മറ്റു വിവിധ കാരണങ്ങളാൽ ദരിദ്രരായ ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. പല രോഗങ്ങളുടെയും യഥാർത്ഥ കാരണം കണ്ടെത്താതെ ചികിത്സിക്കുന്നവരുമുണ്ട്. കാരണം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ്. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വേനലിൽ ഉണങ്ങിക്കരിഞ്ഞു തുടങ്ങുന്ന മരം ഉണങ്ങാതിരിക്കാൻ വേണ്ടി നീരുറവ തേടി പോകുന്ന വേരുകളെപ്പോലെയാണ് സ്നേഹമുള്ള മനുഷ്യരുടെ കാര്യവും.
നമ്മുടെ മനസ്സ് തളരാതിരിക്കാൻ സന്തോഷത്തിൻ്റെ നീരുറവുകൾ തേടി അവർ ഏതറ്റം വരെയും പോയെന്ന് വരും. മരത്തിൻ്റെ മുകളിലെ ഇലകൾക്ക് പക്ഷേ ആകാശത്തോട് മാത്രമായിരിക്കും പ്രണയം. ആകാശത്തിലേക്ക് എത്രത്തോളം ഉയരുമോ അതിനുള്ള പരിശ്രമത്തിലാവും കലപില കൂട്ടുന്ന ആ ഇലകളൊക്കെയും. വേരുകൾ ആ സമയം മണ്ണിനുള്ളിൽ നിശബ്ദമായി കരുതലോടെ കാത്തിരിക്കുകയാണ് ആ മരത്തെ താങ്ങി നിർത്താൻ, അതിനു വേണ്ട നീരുറവ തേടാൻ. ഇലകൾ ഒരിക്കലും വേരുകളെപ്പറ്റി ഓർത്തില്ലെന്ന് വരും. നമ്മൾ പലപ്പോഴും ആ ഇലകളെ പോലെയാണ്. അങ്ങകലയിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് മാത്രം നോക്കി നിൽക്കുകയും താഴെ നമുക്കായി കാത്തിരിക്കുന്ന വേരുകളെ മറക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ആ വേരുകൾ ജീവനറ്റ് പോകുമ്പോൾ അന്ന് മാത്രമായിരിക്കും നമ്മൾ ആ സത്യം തിരിച്ചറിയുന്നത്. എന്നാൽ അപ്പോഴേക്കും ആ വൻമരം കടപുഴുകി വീണിട്ടുണ്ടാകും. കാലം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. കാത്തിരിക്കുന്ന പലരെയും അവഗണിച്ചുകൊണ്ട് തിരക്കുകളിലേക്ക് കുതിക്കുമ്പോൾ ഓർക്കണം, തിരക്കൊഴിഞ്ഞ് തിരക്കി ചെല്ലുമ്പോൾ അവരുടെ സ്ഥാനത്ത് നികത്താനാവാത്ത ശൂന്യത മാത്രമേ ബാക്കിയുണ്ടാവൂ. ചിലപ്പോൾ കടപ്പാട്. വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയായിരുന്നു അയാളുടെ ജോലി. അന്ന് അത്താഴം എത്തിക്കേണ്ട ഒരു പഴയ വീട്ടിലേക്കായിരുന്നു. രാത്രി ഒരുപാടായി, ഈ വീട്ടിൽ ഭക്ഷണം എത്തിച്ചിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ എന്ന് ഓർത്തുകൊണ്ട് അയാൾ കോളിംഗ് ബെല്ലടിച്ചു. ഏറെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത്. നരച്ച മുടി, വിറയ്ക്കുന്ന കൈകൾ, കണ്ണട വെച്ച മുഖം, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. അതൊന്ന് അകത്തേക്ക് വെക്കാമോ മോനെ, എൻ്റെ കൈ വിറയ്ക്കും, അവർ പറഞ്ഞു. അയാൾ ഭക്ഷണപ്പൊതി അകത്തെ മേശയിൽ വെച്ച് പോകാൻ തുടങ്ങുമ്പോൾ അവർ ചോദിച്ചു, കുറച്ചു നേരം ഇരിക്കാമോ? തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സന്തോഷവുമില്ല. അയാൾ സമയം നോക്കി, ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നു. എങ്കിലും അവരുടെ ആവശ്യം തള്ളിക്കളയാൻ അയാൾക്ക് തോന്നിയില്ല. അവർ സാവധാനം ഭക്ഷണം കഴിച്ചു തുടങ്ങി. ആ വീട്ടിലാകെ നിശബ്ദത നിറഞ്ഞു നിന്നു. ക്ലോക്കിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം. അവർ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. താനങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം വരുത്തി കഴിക്കാറില്ല. ഞാനങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം വരുത്തി കഴിക്കാറില്ല. ഇന്നിപ്പോൾ അങ്ങനെ തോന്നി, മനുഷ്യ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം. അവർ ചുവരിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. ഇതെൻ്റെ ഭർത്താവാണ്. 5 വർഷം മുമ്പ് മരിച്ചു. മകൻ കാനഡയിലാണ്. നല്ല ജോലിയുണ്ട്. എല്ലാ മാസവും എനിക്ക് പണം അയക്കും. മകളുണ്ട്, ബാംഗ്ലൂരിലാണ്. അവരുടെ ശബ്ദം ഇടറിയ പോലെ അയാൾക്ക് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞ് അവർ ചോദിച്ചു, മോനെ, നിനക്ക് അമ്മയുണ്ടല്ലോ അല്ലേ? അയാൾ ഉവന്ന് തലകയാട്ടി. മോൻ ദിവസവും അമ്മയെ വിളിക്കാറുണ്ടോ? അയാൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അമ്മയെ വിളിക്കണമെന്ന് കരുതിയെങ്കിലും അത് ഓരോ ദിവസവും പിന്നീടത്തേക്ക് മാറ്റി വെക്കും. അപ്പോഴേക്കും അവർ കഴിച്ചെഴുന്നേറ്റു. അവർ അയാൾക്ക് 500 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ടിപ്പല്ല കേട്ടോ, മോൻ എൻ്റെ കൂടെ ഇരുന്നതിൻ്റെ സന്തോഷമാണിത്. നീ ഉള്ളതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഇന്ന് നീ ഭക്ഷണമല്ല എത്തിച്ചത്, എനിക്കൊരു കൂട്ടാണ്. നിറഞ്ഞ കണ്ണുകളോടെ അവർ ചിരിച്ചു. ഇന്ന് വീട്ടിലെത്തിയാൽ അമ്മയെ വിളിക്കണം. പോകാനിറങ്ങിയപ്പോൾ അവർ പറഞ്ഞു. കെട്ടിടത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അയാൾക്ക് അമ്മയെ വിളിക്കണമെന്ന് തോന്നി. അമ്മയുടെ സുഖാന്വേഷണം കേട്ടപ്പോൾ അയാൾ ഉറക്കെ കരഞ്ഞു. പലപ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടത് പണമല്ല, ശബ്ദങ്ങളാണ്, പ്രിയപ്പെട്ടവരുടെ സാമീപ്യമാണ്. നമുക്ക് ചുറ്റുമുള്ള അടഞ്ഞ പല വാതിലുകൾക്ക് പിന്നിലും ചെറു ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന വാർദ്ധക്യമുണ്ട്. നമുക്ക് അവർ കാത്തിരിക്കുന്ന ശബ്ദമാകാം, സാമീപ്യമാകാം. ബിരുദധാരിയായ ഒരു യുവാവ് ഒരു വലിയ കമ്പനിയിൽ ജോലിക്ക് അപേക്ഷിച്ചു. ആദ്യഘട്ട ഇന്റർവ്യൂ അയാൾ എളുപ്പത്തിൽ വിജയിച്ചു. അവസാന ഇന്റർവ്യൂ ഡയറക്ടർക്കൊപ്പമായിരുന്നു. ഡയറക്ടർ അയാളുടെ ബയോഡാറ്റ നന്നായി പരിശോധിച്ചു. എല്ലായിടത്തും മികച്ച മാർക്കുകൾ, മികച്ച നേട്ടങ്ങൾ, ഇടവേളകളൊന്നുമില്ല, എല്ലാം തൃപ്തികരം. ഡയറക്ടർ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എന്തെങ്കിലും ലഭിച്ചിരുന്നോ? അയാൾ പറഞ്ഞു, ഇല്ല. അപ്പോൾ നിങ്ങളുടെ പഠന ചെലവ് ആരാണ് വഹിച്ചത്? എന്റെ അമ്മ, യുവാവ് മറുപടി പറഞ്ഞു. അമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത്?
അമ്മ ആളുകളുടെ വസ്ത്രങ്ങൾ അലക്കുന്ന ഒരാളാണ് എന്ന് മറുപടി. ഡയറക്ടർ അല്പസമയം നിശബ്ദനായിരുന്നു. അതിനുശേഷം യുവാവിന്റെ കൈകളിലേക്ക് നോക്കി. മൃദുവായ സുന്ദരമായ കൈകൾ. അദ്ദേഹം ശാന്തനായി ഇപ്രകാരം പറഞ്ഞു: നിങ്ങളെ ജോലിക്കെടുക്കുന്നതിന് മുൻപ് ഇന്ന് വൈകുന്നേരം നിങ്ങൾ മടങ്ങിപ്പോയി നിങ്ങളുടെ അമ്മയുടെ കൈകൾ വൃത്തിയാക്കുക. അതിനുശേഷം നാളെ മടങ്ങി വരും. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ അയാൾ അമ്മയുടെ സമീപത്തിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അയാൾ തന്റെ അമ്മയുടെ കൈകൾ സ്വന്തം കരങ്ങളിൽ വെച്ച് ശ്രദ്ധയോടെ നോക്കി. അവ കട്ടിയേറിയതും ചുളിവുകൾ നിറഞ്ഞതുമായിരുന്നു. കയ്യിൽ അങ്ങിങ്ങായി മുറിവുണങ്ങിയ പാടുകൾ. ചില പുതിയ മുറിവുകളും അയാൾ കണ്ടു. യുവാവിന്റെ കണ്ണുകൾ സജലങ്ങളായി. ആ നിമിഷത്തിലാണ് അയാൾ മനസ്സിലാക്കിയത് തന്റെ വിദ്യാഭ്യാസത്തിനായി തന്റെ അമ്മ നൽകിയ യഥാർത്ഥ വില. ആ രാത്രി അയാളെ പൂർണ്ണമായും മാറ്റിമറിച്ചു. പിറ്റേ ദിവസം രാവിലെ അയാൾ വീണ്ടും ഡയറക്ടറുടെ മുന്നിലെത്തി. നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന ഡയറക്ടറുടെ ചോദ്യത്തിന് യുവാവ് ശാന്തനായി മറുപടി നൽകി: ഇത്ര വർഷവും അമ്മ ചുമന്നു നടന്നത് മറ്റുള്ളവരുടെ വസ്ത്രങ്ങളല്ല, പകരം എന്റെ ഭാവിയാണ് അമ്മ ചുമലിലേറ്റിയത് എന്നെനിക്ക് മനസ്സിലായി. യുവാവിന് ആ ജോലി ലഭിച്ചു. പക്ഷെ അതിലും പ്രധാനമായി അയാൾക്ക് ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തതയുണ്ടായി. അയാൾ ഒരു മേലധികാരി മാത്രമായില്ല, മറിച്ച് ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല മനുഷ്യനും ആയിത്തീർന്നു. കാരണം ബുദ്ധി മാത്രം കൊണ്ടല്ല ഒരു സ്ഥാപനത്തെ നയിക്കേണ്ടത്. ഒരു പരീക്ഷണശാലയിൽ പൂർണ്ണമായി സജ്ജീകരിച്ച ഒരു വാസസ്ഥലത്തിൽ ഏതാനും എലികളെ വിട്ടു. അവിടെ അവർക്ക് ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു. ആവശ്യത്തിലധികം ഭക്ഷണം, വെള്ളം, സുഖം, ചൂട്, വേട്ടക്കാരില്ല, അപകടങ്ങളില്ല, പരസ്പരം പോരടിക്കേണ്ട. അത് പൂർണ്ണമായ ഒരു ലോകം തന്നെയായിരുന്നു. ആദ്യം എല്ലാം മനോഹരമായിരുന്നു. എലികൾ നന്നായി ഭക്ഷിച്ചു, ആനന്ദിച്ചു. അവർ സന്താനങ്ങളെ ജനിപ്പിച്ചു. അവരുടെ എണ്ണം വേഗത്തിൽ വർദ്ധിച്ചു വന്നു. പക്ഷെ പിന്നീട് പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. എലികളുടെ സ്വഭാവം മാറാൻ തുടങ്ങി. ചില ആണെലികൾ ആവശ്യമില്ലാതെ അക്രമാസക്തരായി. അവ കാരണമില്ലാതെ തമ്മിൽ പൊരുതുകയും മറ്റുള്ളവയെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തു. അമ്മ എലികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് നിർത്തി. ചെറിയ എലികൾ മരണപ്പെടാൻ തുടങ്ങി. പതിയെ പതിയെ അവ പരസ്പരം കൂട്ടുകൂടുന്നതും ഇണചേരുന്നതുമൊക്കെ നിർത്തി. പ്രത്യേകം സജ്ജീകരിച്ച ആ വാസസ്ഥലത്ത് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിന്റെ കുറവുണ്ടായിരുന്നു: ജീവിത ലക്ഷ്യം. പോരാട്ടങ്ങളില്ലാതെ, വെല്ലുവിളികളില്ലാതെ, അർത്ഥമില്ലാതെ അവരുടെ ജീവിതം ശൂന്യമായി. ഓരോന്നായി അവയുടെ എണ്ണം കുറഞ്ഞു വന്നു. ഒടുവിൽ ആ മുഴുവൻ എലികളും മരണപ്പെട്ടു. കാരണം ചിലപ്പോഴൊക്കെ എല്ലാം ലഭിച്ചാലും അതുമാത്രം മതി. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയും മഴ.
വിരിഞ്ഞല്ലോ ഇന്നെന്റെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നെൻ ജീവനിലും ആരീരാരോ പാടിയുറക്കാം കുഞ്ഞേനിയുറങ്ങാൻ കൂട്ടിനിരിക്കാം ഞാൻ പൂവിരിഞ്ഞല്ലോ ഇന്നെന്റെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നെൻ ജീവനിലും ആരീരോ ആരാരോ ആരീരോ ആരാരോ ആരീരോ ആരാരോ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വിതക്കാരന്റെ ഉപമ 1 മുതൽ 9 വരെ. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്തു വന്നു. തന്നിമിത്തം അവൻ ഒരു ഇന്നെന്റെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നെൻ ജീവനിലും. യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുകളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ